അരുണാചൽ പ്രദേശിൽ മരിച്ച മലയാളികളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ കേരള പോലീസ്. വട്ടിയൂർക്കാവ് SI ഈറ്റാനഗറിലെത്തി. ബ്ലാക്ക് മാജിക് കെണിയിൽ പെട്ടെന്ന് സംശയിക്കുന്നതിനാൽ ഇവരുടെ സാമൂഹ്യമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചാകും തുടരന്വേഷണം. കഴിഞ്ഞ ഒരു വർഷമായി നവീന്റെയും ദേവിയുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും ബ്ലാക്ക് മാജിക് കെണിയിൽപ്പെട്ടതിന്റെ കൂടുതൽ സൂചനകളാണ് പുറത്തുവരുന്നത്. ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക്കാണ് ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വട്ടിയൂർക്കാവ് SI ഈറ്റാനഗറിലെത്തി. കഴിഞ്ഞ ഒരു വർഷമായി ദമ്പതികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടിരുന്നതായി കുടുംബം പറയുന്നു. ആസൂത്രിതമായ നീക്കമാണ് ഉണ്ടായതെന്നും ദേവിയുടെ ബന്ധുവായ സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് രണ്ടുപേരുടെയും സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടിരുന്നു എന്നാണ് ബാലൻ പറഞ്ഞത്. ക്രമേണ വരാതിരിക്കുക, വന്നാൽ തന്നെ അധികം സംസാരിക്കാതെ, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ കണ്ടിരുന്നു. അത് ഇപ്പം ബാലന് തോന്നുന്നത് ഇങ്ങനെയുള്ള ആരുടെയോ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെയും ഇവർ ഇറ്റാനഗറിൽ പോയിട്ടുണ്ടെന്നാണ് വിവരം. മരിക്കാൻ അരുണാചൽ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തുവെന്നും അന്വേഷണ വിധേയമാക്കും. ടെലിഗ്രാം ബ്ലാക്ക് മാജിക്കിനായി സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വ്യാജ അക്കൗണ്ടുകൾ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നും സംശയമുണ്ട്. 3 പേരുടെയും നവമാധ്യമ ഇടപെടലുകൾക്ക് പുറമെ കോൾ ലിസ്റ്റ് കേന്ദ്രീകരിച്ചും വിശദമായ അന്വേഷണം നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കൂടുതൽ വ്യക്തത വരുമെന്നാണ് കണക്കുകൂട്ടൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.